അയർലൻഡിലെ ഈ ഹാർബറിലാണ് ടൈറ്റാനിക് മുങ്ങുന്നതിന് 4 ദിവസം മുന്നേ, അതായത് ഏപ്രിൽ 11, 1912 123 പാസഞ്ചേഴ്സിനെ കയറ്റാനായിട്ട് ക്വീൻസ്റ്റൗൺ എന്നറിയപ്പെട്ടിരുന്ന കോബ് എന്ന് പറയുന്ന ഈ ടൗണിലായിരുന്നു ടൈറ്റാനിക് നിർത്തിയിരുന്നത്. ഇവിടെ നിന്ന് അമേരിക്കയിലേക്ക് 123 പേര് പുതിയൊരു ജീവിതം തുടങ്ങാനായിട്ട് കയറിയൊരു സ്ഥലമാണിത്. ഞങ്ങൾ ഈ ടൗൺ കാണാൻ വന്ന ഇതുകൊണ്ടൊന്നും അല്ല കേട്ടോ. ഇൻസ്റ്റാഗ്രാമിലെ ഫോട്ടോസ് കണ്ടു കഴിഞ്ഞാൽ ഈ സ്ഥലം കണ്ട് ഫ്ലാറ്റായി പോകും. അങ്ങനെ ഈ സ്ഥലത്തിൻ്റെ ഭംഗിയൊന്ന് നേരിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇൻസ്റ്റാഗ്രാമിൽ കണ്ടത്രയും ഭംഗിയൊന്നും ഇല്ലെങ്കിലും സംഭവം കൊള്ളാം. കുറേ കളർഫുൾ വീടുകളൊക്കെ ഹാർബറിനോട് ചേർന്ന് നല്ല ഭംഗിയായിട്ട്. തിരിച്ചു പോകുന്നതിന് മുമ്പ് ഒരു സ്ഥലം കൂടെ കാണാനുണ്ട്. ഞങ്ങൾ കാർ പാർക്ക് ചെയ്ത് ഇറങ്ങിയ വഴിക്ക് ഒരു പള്ളി കണ്ടായിരുന്നു. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ള പള്ളി. സെൻറ്റ് കോൾമൻസ് കാത്തഡ്രൽ എന്നാണ് ഈ പള്ളിയുടെ പേര്. ഇതൊരു റോമൻ കാത്തലിക് പള്ളിയാണ്. 1911 എന്തോ ആണ് ഇതിൻ്റെ പണി തീർത്തിരിക്കുന്നത്. കൺസ്ട്രക്ഷൻസ് അമേസിങ് ആണ്. ഈ പള്ളി 300 ഫീറ്റാണ് ഇതിൻ്റെ ഹൈറ്റ്. ഇത് അയർലൻഡിലെ ഏറ്റവും ഉയരം കൂടിയ പള്ളിയും കൂടിയാണ്. അങ്ങനെ ഞങ്ങളുടെ വീട്ടുകാർക്ക് കോബ് ടൗണും പിന്നെ ഈ കാത്തഡ്രലും രണ്ടും ഇഷ്ടമായ സ്ഥിതിക്ക് തൽക്കാലത്തേക്കിന് കോബ് ടൗണിനോട് ബൈ ബൈ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.